ഹലോ, ഇന്നൊരു കിച്ചൺ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പുതിയ കിച്ചൺ ആണ് കേട്ടോ ഇത്. ഏകദേശം 2 മാസമായിട്ടേ ഉള്ളൂ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കിച്ചണിൻ്റെ ചുമരിന് വെള്ള ടൈൽ വെച്ചുകൊണ്ട് നല്ലപോലെ പെരങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിറകടുപ്പ് ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് പുകയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഒന്ന് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു. സോപ്പും സ്പോഞ്ചിൻ്റെ മുകളിൽ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ച് മൊത്തം ഞാൻ ഉരച്ച് കഴുകിയിട്ട് അത് വടിച്ചെടുക്കുകയാണ് കേട്ടോ വൈപ്പർ കൊണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടി പെട്ടെന്ന് ഇളകി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം കൂടി ചെയ്യാനും ഉണ്ട്. ഇവിടെയാണല്ലോ അടുപ്പിൻ്റെ മുകൾ ഭാഗം, അപ്പോൾ ഇവിടെ നല്ലപോലെ ചെളി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജനലൊക്കെ തുറന്ന് അതിൻ്റെ കമ്പികളൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഈ ഒരു കിച്ചൺ ഉപയോഗിച്ചതിന് ശേഷം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. ഫുഡൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു പണിയിലേക്ക് കടന്നത്. ഏകദേശം ഒരു 3-4 മണിക്കൂർ ഞാൻ വൃത്തിയാക്കാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ലപോലെ ചെളി ഇളകി വരുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് ക്ലീൻ ആക്കി ഇടാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ആക്കാറില്ല. പിന്നെ നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് ഒന്നുകൂടി തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ കാലം അതുപോലെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ തട്ടിൻ്റെ മുകളിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒന്ന് കൊടുത്തു. അവിടെയും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ അധികം വൃത്തികേടായിട്ടില്ല. കാരണം ഞാൻ ഓരോന്ന് ഒഴിയുമ്പോഴും കഴുകി വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് അത്ര വൃത്തിയാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തു. സൈഡിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നനഞ്ഞ കൈകൊണ്ടൊക്കെ തൊടുമ്പോൾ അവിടെയൊക്കെ ഒരു വെള്ളത്തിൻ്റെ കല ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ തുടച്ചെടുത്തു കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് ഞാൻ ഈയിടെയായിട്ട് വൃത്തിയാക്കിക്കൊണ്ട് അധികം വൃത്തികേടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അധികം വൃത്തിയാക്കാത്ത ഭാഗമാണല്ലോ ഫ്രിഡ്ജിൻ്റെ പുറകിലുള്ള ടൈലൊക്കെ, അതൊന്നും ഫ്രിഡ്ജ് നീക്കി വെച്ച് അവിടെ ഒന്ന് തുടച്ചു കൊടുത്തു. പിന്നെ സ്റ്റാൻഡിൻ്റെ അടിയിലും ചെറുതായിട്ട് പൊടിയുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുത്തു. എന്നിട്ട് തുടച്ചു കൊടുത്തു. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു. ഞാൻ തുടച്ചിട്ട് തിരികെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് വെക്കുന്ന കൊട്ടയെടുത്ത് അതിൻ്റെ അകത്ത് ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഒന്ന് കഴുകി വൃത്തിയാക്കി. ഉള്ളിയൊക്കെ ചെറുതായിട്ട് ചീഞ്ഞതൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകി പോക്കി. എന്നിട്ട് നല്ലപോലെ തുടച്ചിട്ട് അതിൻ്റെ അകത്ത് കടലാസ് വിരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഉള്ളി വെച്ചത്. അപ്പോൾ അധികം വൃത്തികേടാവില്ലെന്ന് തോന്നുന്നു. അപ്പാടിടുമ്പോഴാണ് വൃത്തികേടാകുന്നത്. എടുത്ത സാധനമൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് എടുത്ത് വെച്ചു. പിന്നെ അടുപ്പിൻ്റെ അടുത്ത് ഒന്ന് തുടച്ചു കൊടുത്തു. ലാസ്റ്റ് നമ്മൾ മൊത്തം ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. നല്ലപോലെ വെള്ളം കൂട്ടി തുടച്ചതാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണണമെങ്കിൽ പോയി കണ്ടോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ്. ഇന്നത്തെ വൃത്തിയാക്കലിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. നല്ല തിളങ്ങുന്നുണ്ട് ടൈലൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.